അനുഭവനാമത്തിൽ സന്ധ്യാവന്ദനങ്ങളും കുശലാന്വേഷണങ്ങളും അറിയിക്കുന്നു. ഒരു വട്ടം കൂടെ നിങ്ങളോടൊപ്പം ദൈവവചനവുമായി ആയിരിക്കുവാൻ ഇങ്ങനൊരു അവസരം കർത്താവ് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമതൊരിക്കൽ കൂടി ദൈവവചന ശുശ്രൂഷയ്ക്ക്, ദൈവവചന പഠനത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ച ഇവിടെയുള്ള സ്ഥലം സഭയോടും ഉത്തരവാദിത്തപ്പെട്ട ഈ സഭയുടെ ചുമതലക്കാരോടും എനിക്കുള്ള അഗീതവുമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. യാത്ര ചെയ്ത് വന്നുകൊണ്ട് അല്പം വൈകിപ്പോയി, സദയം ക്ഷമിക്കുക. ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ദൈവവചനം പഠിക്കാൻ വന്നപ്പോൾ ഞാൻ പഠിപ്പിച്ച വിഷയം എന്താണെന്ന് പ്രിയ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. അത് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളത് വളരെ ആശ്ചര്യകരമായ കാര്യമാണ്. അതിനർത്ഥം കേവലം കേൾക്കാൻ വേണ്ടി ബൈബിൾ ക്ലാസ്സിന് ക്രമീകരിക്കുകയല്ല, പഠിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമായി. മറ്റൊന്ന്, അന്ന് വന്നതിന് ശേഷം രണ്ട് കാര്യം സംഭവിച്ചു എന്നെ സംബന്ധിച്ച്. ഒന്ന്, ഞങ്ങളുടെ സഭയിൽ നിന്നൊരു പെൺകുഞ്ഞിനെ നിങ്ങളുടെ സഭയിലേക്ക് തന്നു, ഫെബി. അവർ സന്തോഷമായിരിക്കുന്നു. അങ്ങനെ ഈ സഭയുമായിട്ട് ഒരു ബന്ധം ഉണ്ട്. ഞങ്ങളുടെ ആഴ്ചതോറുമുള്ള പ്രാർത്ഥനയിൽ എപ്പോഴും മുളന്തുരുത്തി എന്നുള്ള വാക്ക് വരാറുണ്ട്. അതിൻ്റെ ഒരു കാരണം ഫെബിയാണ്. മറ്റൊന്ന്, മനോഹരമായ ഒരു സഭാഹാള് കാണാൻ കഴിഞ്ഞു. അതും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ എല്ലായിടത്തും കഴിവതും ആളുകളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്: നമ്മുടെ സഭാഹാളുകളൊക്കെ നന്നായി സൂക്ഷിക്കണം. അതിൻ്റെ ജീർണാവസ്ഥയൊക്കെ മാറ്റി നല്ല സഭാഹാള് നമുക്കുണ്ടാവണം. അതിൻ്റെ പരിസരം നല്ലതായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശ്മശാനം, അതൊക്കെ നന്നായി കിടക്കണം. എത്രത്തോളം വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കാമെങ്കിൽ അത്രത്തോളം നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ ഒരു മനോഹരമായ സംവിധാനം ഒരുക്കാൻ ദൈവം നിങ്ങളുടെ മനസ്സിൽ ആലോചന തന്നു. അത് ഏറ്റവും ഭംഗിയായി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ദൈവം കൃപ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. ആമുഖമായി പ്രത്യേകിച്ച് അധികമൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവവചനം പഠിക്കാനാണ് നമ്മൾ കടന്നു വന്നത്. ഒരു ബൈബിൾ ക്ലാസ് എന്നുള്ള നിലയിൽ വലിയ ശബ്ദമുയർത്തി ഞാൻ സംസാരിക്കുകയില്ല. ശബ്ദമുയർത്തി പൊതുവേ ഞാൻ സംസാരിക്കുന്ന ആളല്ല. അതിൻ്റെ കാരണം, ആളുകൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് ശരിയായുള്ള ഒരു കാര്യം. ഞാൻ അമിതമായ ശബ്ദം എടുത്ത് എന്നെ തന്നെ നശിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. പണ്ട് ഉച്ചഭാഷയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഏറ്റുപ്രസംഗം എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഒരാൾ ഒരിടത്ത് നിന്ന് പ്രസംഗിക്കും. അത് ശബ്ദമുള്ള ആളുകൾ കുറച്ച് മാറി നിന്ന് വലിയ ഉച്ചത്തിൽ സംസാരിക്കും. അങ്ങനെ അവരറിയപ്പെടുന്നത് ഏറ്റ് ഉപദേശിമാരെന്നൊക്കെയാണ്, ഏറ്റു പ്രസംഗിക്കുക. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മൈക്കൊക്കെ വന്നപ്പോഴും ആ ഏറ്റു പ്രസംഗിക്കുന്ന ആളുടെ ഒരു വലിയ ശബ്ദം ഇന്ന് നിലനിൽക്കുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്കൊക്കെ ദൈവം തന്നിട്ടുള്ള കേൾവി ശക്തി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്ന ശബ്ദത്തിൽ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. വാക്കുകൾ കൂട്ടിയും ശബ്ദമുയർത്തിയും ആരെയും ഞാൻ ഉപദ്രവിക്കുകയില്ല, വികാരം കൊള്ളിക്കുകയില്ല. അതുകൊണ്ട് ശാന്തമായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത് യഹോവ സാക്ഷികളുടെ ദുരുപദേശങ്ങൾ എന്ന വിഷയമാണ്. യഹോവ സാക്ഷി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ പേരിന് അല്പം തിരുത്ത് ഉണ്ട്. കൃത്യമായിട്ട് അത് യഹോവയുടെ സാക്ഷികൾ എന്ന് തന്നെയാണ് അവർ ഉച്ചരിക്കുകയും പറയുകയും ചെയ്യുന്നത്. യഹോവ സാക്ഷി എന്ന് നമ്മൾ പറയുമ്പോൾ അത് അവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ
സംഭാഷണത്തിൽ യഹോവ സാക്ഷി എന്ന പദം മാറ്റിയിട്ട് യഹോവയുടെ സാക്ഷികൾ എന്ന് തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. അവരുടെ ഉപദേശം എന്തു തന്നെ ആയിരുന്നാലും അവർക്ക് തന്നെ ഇട്ടിരിക്കുന്ന ഒരു നാമം യഹോവ സാക്ഷി എന്നല്ല, യഹോവയുടെ സാക്ഷികൾ എന്നാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പേരുണ്ട്. അത് തെറ്റിച്ച് പറയുമ്പോൾ അത് നമ്മളെ പരിഹസിച്ച് പറയുന്നതായിട്ട് നമുക്ക് തോന്നാം, അല്ലേ? അതുകൊണ്ട് അത്തരത്തിലുള്ള ഉപയോഗം ഒഴിവാക്കി യഹോവയുടെ സാക്ഷികൾ എന്ന് തന്നെ നമ്മൾ സംബോധന ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആളത്വത്തിൻ്റെ ഒരു മാന്യതയ്ക്ക് അനുഭേഷണീയമാണ്. നമുക്കറിയാം, വേർപെട്ട ദൈവജനത്തെ സംബന്ധിച്ച് ഉപദേശപരമായി വളരെ കൃത്യതയുള്ള ഒരു രൂപം, ഉപദേശ രൂപം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെ പഥ്യോപദേശമെന്നോ ക്രിസ്തീയ വേദോപദേശങ്ങൾ എന്നോ ഒക്കെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇരുന്നപ്പോൾ ഓർത്തു, തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീമോഥെയോസിന് പൗലോസ് എഴുതുമ്പോൾ അതിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. അവിടെ പൗലോസ് പറയുന്ന 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുക. മറ്റൊന്ന്, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. മൂന്നാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുള്ള ഒരു പ്രബോധനം അവിടെ നമുക്ക് കാണാം. ഈ 3 കാര്യങ്ങൾ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഒരു സമൂഹത്തിന്, ഒരു സഭയ്ക്ക് അനിവാര്യമായ 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നമ്മുടെ എല്ലാ പഠിപ്പിക്കലുകൾക്കും ഉണ്ടാവണം. മറ്റൊന്ന്, കർത്താവിൻ്റെ നാമമാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ആ ഒരു ബോധം നമ്മളെല്ലാം ഭരിക്കണം. കർത്താവിൻ്റെ നാമം നാം വഹിക്കുന്ന ആളുകളാണ്. പഴയ നിയമത്തിൻ്റെ തിരുവെഴുത്തിൽ അതിന് അതീവ പ്രാധാന്യം നൽകിയിരുന്നു. യഹോവയുടെ സാക്ഷികൾ എന്ന് ഇസ്രായേലിനെ ദൈവം വിളിക്കുമ്പോൾ യഹോവ എന്ന നാമം പേറി നടക്കുന്ന ഒരു വലിയ ജനതയായിരുന്നു, ഒരു സമൂഹമായിരുന്നു ഇസ്രായേൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥയും. നമ്മൾ കർത്താവിൻ്റെ നാമം ചുമക്കുന്ന ആളുകളാണ്. അത് നമ്മളെ ഭയപ്പെടുത്താൻ കഴിയണം. അത് നമ്മളെ ഗൗരവമുള്ളവരാക്കി തീർക്കാനായിട്ട് സാധിക്കണം. നമ്മൾ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന ആളുകളാണ് എന്ന കാര്യം നാം ഓർക്കണം. നമ്മുടെ നാവിൽ കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ നമ്മൾ എത്ര ഭവ്യതയോടും ദൈവകൃപയോടും കർത്താവിൻ്റെ വചനപ്രകാരവും ജീവിക്കണം എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഭരിക്കട്ടെ. മറ്റൊന്ന്, കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നും കൊള്ളണം. അതും ഒരു പ്രബോധനമാണ്. എന്നാൽ നമുക്കറിയാം, എന്താണ് ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം? ഏതടിസ്ഥാനത്തിലാണ് ദൈവസഭ നിലനിൽക്കുന്നത്? അതിനെ സംബന്ധിച്ച് ചില വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ട് എൻ്റെ പഠന വിഷയത്തിലേക്ക് വരാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം മനസ്സിലാക്കുന്നത് 5 പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ ദൈവസഭയ്ക്കുണ്ട്. അത് ഞാൻ കമ്പിവാചകങ്ങൾ പോലെ പറയാം, നിങ്ങൾ കുറിച്ചു വയ്ക്കുക. ഒന്ന്, ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം. ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നില്ല. ആ ക്രിസ്തു എന്ന ആ ദൈവപുരുഷന്റെ, ദൈവപുത്രന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും നിലനിൽക്കുന്നത്. ഒരു സഭയുടെ നിലനിൽപ്പതാണ്.
ഒരു ക്രിസ്ത്യാനിയുടെ നിലനിൽപ്പ് അവിടെയാണ്. ക്രിസ്തുവാണ് നമ്മുടെ അടിത്തറ. അതെപ്പോഴും നമുക്ക് ഓർക്കാനും ചിന്തിക്കാനും സാധിക്കണം. ആ അടിത്തറയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. രണ്ടാമത്, ദൈവസഭ മറ്റൊരു അടിസ്ഥാനമാണ്. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവിടെ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. അപ്പോൾ സഭ ഒരു അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് ഇളകിപ്പോകാൻ പാടില്ല. ഒന്ന്, ക്രിസ്തു എന്ന പുരുഷൻ, ദൈവപുത്രൻ, ആ പുരുഷനെ വിട്ട്, ആ അടിത്തറ വിട്ട് മറ്റൊന്നിലേക്ക് നമ്മുടെ ജീവിതം വഴുതി പോകാൻ പാടില്ല. 2, പുതിയ നിയമം പഠിപ്പിക്കുന്ന പ്രാദേശിക സഭ, ആ സഭയിലാണ് നമ്മുടെ അടിസ്ഥാനം. ആ സഭ വിട്ടും നമ്മൾ പോകാൻ പാടില്ല. ആ സഭയ്ക്കുള്ളിലാണ് നമ്മുടെ ഉപദേശവും ജീവിതവും നമ്മുടെ എല്ലാ കർമ്മങ്ങളും. അത് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ കഴിയട്ടെ. 3, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഉപദേശം എന്ന അടിസ്ഥാനം നമുക്കവിടെ കാണാൻ സാധിക്കും. വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ച് തന്നെ പോകാം, ബൈബിൾ ക്ലാസ് എന്നുള്ള നിലയിൽ. എഫേസ്യ ലേഖനം, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. മതി. അവിടെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും നമുക്ക് പകർന്നു തന്ന ഉപദേശ രൂപത്തെയാണ്. അവിടെയാണ് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും പ്രാധാന്യം. അവർ നമുക്ക് പകർന്നു തന്ന ആ ഉപദേശത്തിലാണ് നമ്മുടെ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. 4, മറ്റൊരു കാര്യം, എഫേസ്യ ലേഖനം തന്നെ 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. സ്നേഹം എന്നുള്ള ഒരു അടിത്തറ നമുക്കുണ്ട്. ഏത് ഉപദേശങ്ങൾ പഠിക്കുമ്പോഴും, ദൈവസഭ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ സ്നേഹമെന്ന അടിസ്ഥാനത്തിൽ നിന്ന് വഴുതി മാറാൻ പാടില്ല. ആ സ്നേഹമെന്ന അടിസ്ഥാനത്തിൽ നിലകൊള്ളാൻ നമുക്ക് കഴിയേണ്ടതാണ്. 5, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടിരിക്കണം. അപ്പോൾ പ്രത്യാശ ഒരു അടിസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്രൈസ്തവ സഭയുടെ പ്രത്യാശ, യേശു കർത്താവ് വരും, ആ സമയത്ത് കർത്താവിൽ വിശ്വസിച്ചവര് ഉയർത്തെഴുന്നേൽക്കും, അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും. അത് ആദിമ സഭയ്ക്കുണ്ടായിരുന്ന അതേ അടിസ്ഥാനത്തിൽ, അതേ പ്രത്യാശയിലാണ് നാം തുടരുന്നത്. ആ പ്രത്യാശയിൽ നിന്ന് നമ്മൾ വഴുതി പോകാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ, എപ്പോഴും നമ്മുടെ ക്രൈസ്തവ ജീവിതം ഈ 5 അടിത്തറയിൽ ഉറച്ചു നിൽക്കുന്നുവോ എന്ന് നാം ഓരോരുത്തരും ഓർക്കണം. 1, ക്രിസ്തു എന്ന അടിത്തറ. മറ്റൊന്ന്, ദൈവസഭ എന്ന അടിസ്ഥാനം. 3, പുതിയ നിയമം പഠിപ്പിക്കുന്ന ഉപദേശം എന്ന അടിസ്ഥാനം. 4, ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന, പുതിയ നിയമം നൽകുന്ന സ്നേഹം എന്ന അടിസ്ഥാനം. 5, വരാനുള്ള ആ പ്രത്യാശ. ഈ 5 അടിത്തറയിലായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം, ഒരു വിശ്വാസിയുടെ ജീവിതം നിലനിൽക്കേണ്ടത്. തീർച്ചയായിട്ടും ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഏതൊരു കാര്യം പഠിക്കാനും എതിർക്കാനും വിമർശിക്കാനും ഒക്കെ. ഈ അടിസ്ഥാനത്തിൽ നിളകിപ്പോയാണ് നാം ഏതെങ്കിലും ഒന്ന് പഠിക്കുകയും നമ്മുടെ ജീവിതത്തെ
മറ്റൊന്നിലേക്ക് നയിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഠന വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, യഹോവയുടെ സാക്ഷികൾ എന്ന സമൂഹത്തിൻ്റെ പഠിപ്പിക്കലുകളെ കുറിച്ചാണ് നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. ഒരുപാട് പഠിപ്പിക്കലുകൾ അവർക്കുണ്ട്. ഒരുപാട് തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സമൂഹമാണ് യഹോവയുടെ സാക്ഷികൾ. അതെല്ലാം നമുക്ക് പഠിച്ചു തീർക്കാൻ ഈ 2-3 ക്ലാസ്സുകൾ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ആ സമൂഹത്തെക്കുറിച്ച് അല്പം കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. 19-ാം നൂറ്റാണ്ടിൽ C.T. റസൽ എന്ന ഒരു സായിപ്പ് തുടങ്ങി വച്ച ഒരു പ്രസ്ഥാനമാണ് റസൽ മതം എന്നറിയപ്പെടുന്ന യഹോവയുടെ സാക്ഷികൾ എന്ന സമൂഹം. ആരംഭകാലത്ത് റസലിൻ്റെ അനുയായികൾ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. റസൽ തന്നെ തൻ്റെ അടുക്കൽ വന്ന ആളുകൾക്ക് ബൈബിൾ സ്റ്റുഡൻസ്, വേദം പഠിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം അവരെ സംബോധന ചെയ്തിരുന്നു. അതിനുശേഷം പല പേരുകൾ മാറി മാറി അവർ കൈക്കൊണ്ടു. ഏറ്റവും ഒടുവിൽ അവരുടെ മറ്റൊരു പ്രസിഡൻ്റായിട്ട് വന്ന ജോസഫ് ഫ്രാങ്ക്ലിൻ, അദ്ദേഹമാണ് യഹോവയുടെ സാക്ഷികൾ എന്ന് ആ സമൂഹത്തിന് നാമധേയം ചെയ്തത്. അപ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ റസൽ അനുയായികളിൽ ഈ റൂദർഫോർഡിൻ്റെ സമയം വന്നപ്പോൾ ഒരു പറ്റം ആളുകൾ പിരിഞ്ഞുപോയി. അവർ റസൽ അനുയായികൾ എന്ന നിലയിൽ തന്നെ ഇന്ന് ലോകത്തിൽ പല ഭാഗത്ത് ഉണ്ട്. അവർ യഹോവ സാക്ഷികളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളല്ല. എന്നാൽ റസൽ തുടങ്ങി വെച്ച അതേ പ്രസ്ഥാനം തന്നെയാണ് യഹോവയുടെ സാക്ഷികൾ എന്ന നിലയിൽ ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ പഠനത്തിൽ ഇടയ്ക്ക് അവരെക്കുറിച്ചുള്ള ചില കാര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ആദ്യമായി നമ്മുടെ ഒരു അന്വേഷണം, യഹോവയുടെ സാക്ഷികൾ അവർ ക്രിസ്ത്യാനികളാണോ എന്നുള്ളതാണ്. അവര് നിയമപരമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന പേരാണ് സ്വീകരിക്കുക. അവരുടെ രേഖകളിലൊക്കെ അവർ പറയുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയും. അവര് മക്കൾക്കിടുന്ന പേരും ക്രിസ്തീയ പേരുകളാണ്. എന്നിരിക്കലും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ കഴിയുമോ? പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമുക്കൊരു അന്വേഷണം നടത്താം. 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവര് ക്രിസ്ത്യാനികൾ എന്ന പേരിന് യോഗ്യരല്ല എന്ന് 7 കാര്യങ്ങൾ ഞാൻ ചുരുക്കമായിട്ട് പറയാം. 1, അവർ യേശുക്രിസ്തുവിനെ കർത്താവായി വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. റോമാലേഖനം 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം നമുക്ക് എല്ലാവർക്കും ചിരപരിചിതമായ വാക്യമാണ്. അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? യേശു കർത്താവാണെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ ഒരാള് ക്രിസ്ത്യാനിയാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുക, സ്വീകരിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ഒരാളെയും ദൈവം തൻ്റെ മകനായി മകളായി ഉൾക്കൊള്ളുന്നില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവനുള്ളത്. അങ്ങനെയാണ് ദൈവം വച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ക്രിസ്തു എന്ന അടിസ്ഥാനം. അതിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഒരു സമൂഹവും, അവർക്ക് ബൈബിളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാൻ ആ പറഞ്ഞ 5 അടിത്തറയുമായി ബന്ധമില്ലാത്ത ഒരു സമൂഹവും ദൈവത്തിൻ്റെ സമൂഹമല്ല എന്ന് നമ്മൾ ഓർക്കണം. അത് ഞാൻ ആ അടിസ്ഥാനപരമായി പറഞ്ഞ ആ 5 കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഒന്നാമത് നമ്മൾ കണ്ടത്, അവർ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് ആരല്ല? ക്രിസ്ത്യാനികളല്ല. 2, അവർ യേശുവിനെ സത്യദൈവമായി കാണുന്നില്ല. യേശുക്രിസ്തു അവരുടെ ഭാഷ്യത്തിൽ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രം. പിന്നീട് നമ്മളത് പഠിച്ചു വരും, പിന്നീട് നമുക്കത് കൂടുതലായി ചിന്തിക്കാം. യേശുക്രിസ്തു ദൈവമല്ല എന്ന് മാത്രമല്ല, യേശുക്രിസ്തു കേവലം ഒരു സൃഷ്ടിയാണ്. അവരുടെ പഠനമനുസരിച്ച്
യേശു മനുഷ്യനാകുന്നതിന് മുമ്പ് സ്വർഗത്തിലുണ്ടായിരുന്ന ഒരു മാലാഖയായിരുന്നു. അത് മീഖായേൽ എന്ന മാലാഖയാണ്. ആ മീഖായേലിനെയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്. അവരുടെ പഠനങ്ങളൊക്കെ, പുസ്തകങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. ഏതായാലും അവർ പറഞ്ഞു വെക്കുന്നത് ഈ മാലാഖയാണ് പിന്നീട് യേശു എന്ന നിലയിൽ ലോകത്തിലേക്ക് വന്നത്, മനുഷ്യനായത്. അതുകൊണ്ട് അവര് പറയുന്നത് യേശു ഒരിക്കലും സത്യദൈവമല്ല. എന്നാൽ വേദപുസ്തകത്തിൽ അനേക സ്ഥലത്ത് യേശുക്രിസ്തുവിനെ പിതാവിന് സമതുല്യനായി സത്യദൈവമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവര് ക്രിസ്ത്യാനികളല്ല, യേശുക്രിസ്തുവുമായി അവർക്ക് ബന്ധമില്ല, പുതിയ നിയമസഭയുടെ ഭാഗമല്ല അവരെന്ന് സമർത്ഥിക്കാൻ വേണ്ടി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിനെ അവർ ദൈവമായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനി എന്ന പേരിന് അവര് അർഹരല്ല. ലോകത്തിൽ എവിടെ ക്രിസ്ത്യാനികളുണ്ടോ അവരെല്ലാം യേശുവിനെ കർത്താവായി അംഗീകരിക്കുകയും ദൈവമായി കരുതുകയും ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് മാത്രമേ ഒരു ക്രിസ്ത്യാനിയായി തുടരാനുള്ള അവകാശമുള്ളൂ. മൂന്നാമത്, അവര് ക്രിസ്തീയ സ്നാനം അല്ല സ്വീകരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ക്രിസ്തീയ സ്നാനമല്ല അവർ സ്വീകരിക്കുന്നത്. സ്നാപനം എന്നാണ് അവര് അതിന് പേര്, അവരുടേതായൊരു വേർഷനിൽ അവർ ആ പേര് മാറ്റി പറയുന്നുണ്ട്. സ്നാപനം എന്നാണ് അവർ പറയുന്നത്. എന്നിരിക്കലും പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരാൾ യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കേണ്ടത്. എന്നാൽ ഒരിക്കലും അവര് സ്നാനം സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഈ ക്രിസ്തീയ സ്നാനമല്ല അവരതിനു വേണ്ടി സ്വീകരിക്കുന്നത്. അവരതിന് പറയുന്നത്, ഞങ്ങളുടെ ഈ ആയുസ്സിൽ യഹോവയുടെ സാക്ഷിയായിരുന്നു കൊള്ളാം എന്നുള്ളതിൻ്റെ ഒരു പ്രതിജ്ഞയാണ് അവരുടെ സ്നാപനം. മനസ്സിലായോ? യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് പാപത്തിന് ഞാൻ മരിച്ചവനാണെന്ന് കരുതി അതിൻ്റെ ഒരു പരസ്യമായ അടയാളമായി ജലത്തിൽ നിമജ്ഞനം ചെയ്യുന്ന സ്നാനമല്ല അവരേൽക്കുന്നത്. അവർ വെള്ളത്തിൽ മുങ്ങിയാണ് സ്നാനപ്പെടുന്നതെങ്കിലും അവര് യഹോവയുടെ ഒരു സാക്ഷിയായിരിക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒരു പ്രതിജ്ഞയാണ് അവരുടെ സ്നാപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സ്നാനം ആ സമൂഹം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അവരെ ക്രിസ്ത്യാനികൾ എന്ന പേരിന് അവര് അർഹരല്ല. നാലാമത്, ക്രൈസ്തവ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം എന്ന് പറയുന്നത്, അനുഷ്ഠാനം എന്ന് പറയുന്നത് തിരുവത്താഴമാണ്. അല്ലെ? തിരുവത്താഴം. എന്താ തിരുവത്താഴം എന്ന് പറയുന്നത്? യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ചരിത്രത്തിൽ നടന്ന ആ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രസ്താവ്യമാണ് നമ്മൾ ആഴ്ചതോറും അനുവർത്തിച്ചു വരുന്ന ഈ കൂട്ടായ്മ. അത് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ദൈവമക്കൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മ. അല്ലെ? നാം ഒരപ്പത്തിന്റെ അംശികളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തമ്മിൽ എന്തുണ്ട്? ഒരു കൂട്ടായ്മയുണ്ട്. ഇടയ്ക്ക് ഒരു ചെറിയ ചേഞ്ച് എവിടെയൊക്കെയോ ഒന്ന് സംഭവിച്ചു പോയി. എന്താണത്? എനിക്കും എൻ്റെ വീട്ടുകാർക്കും വേണ്ടി ഒരു അപ്പം കഴിക്കാം, അല്ലെ? അങ്ങനെയൊക്കെ വന്നു പോയ തെറ്റാണ്. ഒരു പ്രാദേശിക സഭ ഒന്നിച്ചുകൂടി അപ്പം നുറുക്കുമ്പോൾ ആ ഒരപ്പത്തിൻ്റെ അംശികളായി ബാക്കിയുള്ളവർ തീരുകയാണ്. അതിനർത്ഥം നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള മധുരോത്തമമായ കൂട്ടായ്മയാണ് അത് വെളിപ്പെടുത്തുന്നത്. അത് മനസ്സിൽ വെക്കുക. രണ്ടാമത്, യേശുക്രിസ്തു എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന കാര്യം ഞാൻ അതിലൂടെ ഓർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഹോവയുടെ സാക്ഷികൾക്ക് ഈ നിലയിലുള്ളൊരു തിരുവത്താഴ ആചരണം ഇല്ല. അവർക്ക് തിരുവത്താഴമുണ്ട്,
അത് വർഷത്തിൽ ഒന്നാണ്. വർഷത്തിൽ ഒന്നാണ്. അത് കൃത്യമായി പറഞ്ഞാൽ യഹൂദൻ പെസക ആചരിക്കുന്നത് പോലെ ആബീബ് മാസം 14-ാം തീയതി അവര് കൃത്യമായി യഹൂദന്റെ കലണ്ടറൊക്കെ പഠിച്ച് ആ എന്താ സൂര്യോദയവും ചന്ദ്രോദയവും ഒക്കെ മനസ്സിലാക്കി ആ മുഹൂർത്തം, മുഹൂർത്തം അനുസരിച്ചാണ് ഒരു ദിവസം രാത്രി, ഒരു വ്യാഴാഴ്ച രാത്രി ആ ശുശ്രൂഷ ചെയ്യും. അവര് നമ്മൾ ഒരുക്കി വെക്കുന്നത് പോലെ അപ്പവും ചുമന്ന വീഞ്ഞും അവരൊരുക്കി വെക്കും. എന്നിട്ട് അവരാരും അതിൽ നിന്ന് കഴിക്കുകയില്ല. അവർ പറയുന്നത്, അത് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്, പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകത്തിൽ 144,000 ആളുകൾ എന്നൊരു കണക്ക് വരുന്നുണ്ട്, ഒരു സംഖ്യ വരുന്നുണ്ട്. വെളിപാട് പുസ്തകം 7-ാം അധ്യായം. അത് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാണ്. ആരാണ്? സ്വർഗത്തിലേക്ക് പോകാൻ ദൈവം വിളിച്ച ആളുകളാണ്. ആ ആളുകൾക്ക് മാത്രമേ ഇതിനകത്ത് സംബന്ധിക്കാൻ യോഗ്യതയുള്ളൂ. വിരോധാഭാസം എന്ന് പറയട്ടെ, 1935 അതിന്റെ സംഖ്യ തികഞ്ഞുപോയി എന്നും അവർ പറയുന്നു. എന്നിട്ട് ഇന്നും എന്ത് ചെയ്യാണ്? ആ തിരുവത്താഴം ഒരുക്കി വെച്ച് അവസാനം അതെടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും കുഴിച്ചിടുവോ വലിച്ചെറിയുകയോ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ക്രൈസ്തവരും തിരുവത്താഴത്തെ സംബന്ധിച്ച് അല്പസ്വല്പം പഠന വ്യത്യാസങ്ങൾ പല സമൂഹത്തിലുണ്ട്, നമുക്കറിയാം. കത്തോലിക്ക സഭ വസ്തു മാറുന്നു എന്ന ചിന്ത അവർക്കുണ്ട്. ഏതായാലും എല്ലാ സമൂഹങ്ങളും, ക്രൈസ്തവർ എന്ന് പേരുള്ള എല്ലാ സമൂഹങ്ങളും തിരുവത്താഴം വളരെ ആദരവോടെ അനുഷ്ഠിക്കുന്ന ഒരു അനുഷ്ഠാനമാണ്, അല്ലേ? ചില സഭയൊക്കെ ആണെങ്കിൽ ചില ആഴ്ചകൾ തന്നെ അതിനുവേണ്ടി ഒരുങ്ങി, ചില ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരുന്ന് തങ്ങളുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ പരിഹരിച്ച് വളരെ വിശുദ്ധിയോടെ അവർ ആ ശുശ്രൂഷ ചെയ്യുക. എന്നാൽ ഈ സമൂഹം നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മയെ പുതുക്കാൻ ഉണ്ടാക്കുന്ന ഈ തിരുവത്താഴത്തെ വളരെ എന്താ പറയുക, എത്രമാത്രം അനാദരിക്കാമോ അത്രമാത്രം അവഹേളിച്ചാണ് അതിനോട് ഏർപ്പെടുന്നത്. എന്നിട്ടത് നിഷ്കരുണം എവിടെയും വലിച്ചെറിയാണ്. ആരും അതിൽ നിന്ന് സംബന്ധിക്കുന്നില്ല. അവർക്ക് പല ന്യായങ്ങളുണ്ട്, അതിലേക്കൊക്കെ പിന്നീട് നമ്മൾ വരുന്നുണ്ട്. അതിലൊരു ന്യായം അവർ പറയുന്നത്, ഒരാളുടെ മരണത്തെ നാം ഓർക്കുന്നത് വർഷത്തിലൊന്ന്. നമ്മുടെ അപ്പനോ അമ്മയോ ഒക്കെ മരിക്കുമ്പോൾ അപ്പൻ്റെ ആണ്ട് വന്നു, അമ്മയുടെ ആണ്ട് വന്നു എന്നൊക്കെ പറയുന്നത് വർഷത്തിലൊരിക്കലാണ്. അതുകൊണ്ട് വർഷത്തിലൊരിക്കൽ മതി എന്നാണ് അവർ പറയുന്നത്. അവർക്കത് മതിയായിരിക്കും, അല്ലേ? ഏതായാലും അതുകൊണ്ട് അവര് ക്രിസ്ത്യാനികൾ എന്ന പേരിന് ആ സമൂഹം ഒട്ടും യോഗ്യതയുള്ള ആളുകളല്ല. 5-ാമത്തെ കാര്യം, ഇതിൻ്റെ റെഫറൻസ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. തിരുവത്താഴത്തെക്കുറിച്ചുള്ള വേദഭാഗങ്ങളൊക്കെ, അത് ഇപ്പോൾ പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. 5-ാമത്, അവർ ഏക ശരീരസ്ഥരല്ല. പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച മുഴുവൻ ആളുകളും യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ അവരെല്ലാം ക്രിസ്തു എന്ന ഏക പുരുഷന്റെ മൗതിക അല്ലെങ്കിൽ ആത്മീക ശരീരത്തിന്റെ ഭാഗമാണ്, അല്ലെ? പുതിയ നിയമത്തെ എന്ത് പറയുന്നു? ഒരു സഭയാകം ശരീരത്തോട് ഉപമിച്ചിരിക്കുകയാണ്, ഒരു ശരീരത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്. തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത് യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, നമ്മളെ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റി, സഭയെന്ന ശരീരത്തിൻ്റെ ഭാഗമാക്കി നമ്മളെ മാറ്റി. ഒരുപാട് വാക്യങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 1:23, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10:17, 1 കൊരിന്ത്യർ 12:13. ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്ന യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രനോ ഈ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിൽ നമ്മളെ എല്ലാവരെയും ഒന്നാക്കി തീർത്തു, ഏക ശരീരമാക്കി തീർത്തു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിലും അത് പറയുന്നുണ്ട്. എന്നാൽ ആദ്യം മുതൽ ക്രിസ്തുവിൽ വിശ്വസിച്ച 1-ാം നൂറ്റാണ്ട് മുതലുള്ള ആളുകളെ യഹോവയുടെ സാക്ഷികൾ 3 തിരിക്കുക.
അതില് ഒരു കൂട്ടം ആളുകള് വിശ്വസ്തനും വിവേകിയുമായ ദാസൻ വർഗം, അങ്ങനെയാണ് അവർ പറയുന്നത്. വിശ്വസ്തനും വിവേകിയുമായ ദാസൻ വർഗം അല്ലെങ്കിൽ ഭരണവർഗം, യഹോവയുടെ സാക്ഷികളുടെ ഭരണം നടത്താൻ വേണ്ടി കാലാകാലങ്ങളായി അവരുടെ ദൈവം വിളിച്ച് ആക്കി വെക്കുന്ന, നിയോഗിക്കുന്ന ആളുകളാണ് ഭരണവർഗം. അവരെല്ലാവരെക്കാളും ഉന്നതരാണ്. നമ്മുടെ അപ്പോസ്തലന്മാരെക്കാളും അവർ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഈ ചാൾസ് റസലും റൂദർഫോർഡും തുടങ്ങിയുള്ള ആളുകള് എല്ലാ അപ്പോസ്തലന്മാരെക്കാളും, എല്ലാ പ്രവാചകന്മാരെക്കാളും, എല്ലാ ദൈവദാസന്മാരെക്കാളും അവർ വിശിഷ്ടരാണ്. അതുകൊണ്ട് അവര് ഭരണവർഗത്തിൽ പെട്ട ആളുകളാണ്. അവരോട് തുല്യം ചൊല്ലാൻ, അവരുടെ ഒപ്പം വരാൻ വേറെ ആർക്കും യോഗ്യതയില്ല എന്നാണ് അവർ പറയുന്നത്. അതാണ് ഒന്നാമത്തെ അവരുടെ ഒരു കൂട്ടം ആളുകൾ. രണ്ടാമത്, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സ്വർഗീയ പ്രത്യാശയുള്ള ആളുകൾ 144,000 പേർ. അവരെ അഭിഷിക്ത വർഗം എന്നാണ് അവർ പറയുന്നത്. അവർക്ക് മാത്രമേ എന്തുള്ളൂ? ആത്മാഭിഷേകമുള്ളൂ. അവര് അഭിഷിക്ത ദാസന്മാരാണ്, അഭിഷിക്ത വർഗം. അതിൻ്റെ ഒരു പ്രത്യേകത, ഈ ആളുകൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ. ഞാൻ ഈ പറയുന്നതിന്റെ മർമ്മം നിങ്ങൾ ഗ്രഹിക്കണം. ഞാൻ എന്താ പറഞ്ഞത്? സഭയിലുള്ള എല്ലാ ആളുകളും, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, ലിംഗവ്യത്യാസമില്ല, പിന്നെ ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, യഹൂദനെന്നോ യവനനെന്നോ ഉന്നത ശ്രേണിയും താണ സമൂഹവും എന്ന വ്യത്യാസമില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്, ഒരു പിതാവിന്റെ മക്കളാണ്. അതാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവര് പറയുന്നത് അല്ല, ഈ 144,000 പേര് അവരുടെ സമൂഹത്തിലുള്ള ആളുകളാണെന്നും അവര് സ്വർഗീയ പ്രത്യാശയുള്ളവരാണ്. അവര് മാത്രമേ എവിടെ പോകുകയുള്ളൂ? സ്വർഗത്തിൽ പോകുകയുള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവരെല്ലാം സ്വർഗത്തിൽ പോകും. വേറെ ആർക്കും സ്വർഗത്തിൽ പോകാനുള്ള അനുമതിയില്ല. ഇതാണ് മറ്റൊരു വിഭജനം. മൂന്നാമത് അവരുടെ പുസ്തകത്തിൽ പറയുന്നത് ചെമ്മരിയാട് തുല്യർ. ചെമ്മരിയാട്, ഇടയൻ ആടുകളെ ഇടത്തും വലത്തും വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കുമ്പോൾ ചെമ്മരിയാടിന്റെ ഭാഗത്തുള്ള ആളുകൾ, അതിന് അവർ പറയുന്നത് 1935 ശേഷം 1935 ശേഷം യഹോവയുടെ സാക്ഷികളായി തീരുന്ന ആളുകളാണ്. അവർ മൂന്നാമത്തെ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇവർക്കൊരിക്കലും സ്വർഗീയ പ്രത്യാശയില്ല. അവരാരും സ്വർഗത്തിൽ പോവുകയില്ല. ഇന്നുള്ള ഒരു യഹോവ സാക്ഷിയും സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്നവരല്ല. അവരെന്താ പറയുന്നതെന്നറിയാമോ? അവര് യഹോവയുടെ ഇഷ്ടം നിറവേറ്റി ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഒരു ദിവസം അവർ മരണപ്പെടും. മരണമാണ് അവരുടെ മുമ്പിലുള്ള. കർത്താവ് വരും എന്നുള്ള പ്രതീക്ഷയില്ല, അത് വന്നു കഴിഞ്ഞു. കർത്താവ് 1914 വന്നു, ആകാശത്തിൽ വന്ന് മേളിൽ ഇരുന്നുകൊണ്ട് ഭരണം നടത്തുകയാണ്. ഈ കൊറോണയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തമ്പുരാന്റെ ഭരണമാണെന്നാണ് അവരുടെ വിശ്വാസം. പോട്ടെ, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഈ ആളുകൾ 1935 ശേഷമുള്ള ആളുകൾക്ക് ഒരിക്കലും സ്വർഗീയ പ്രത്യാശയില്ല. അവർ മരണപ്പെട്ടിട്ട് പുനരുത്ഥാനത്തിൽ ഒരു ദിവസം പുനരുത്ഥാനം വരും. ആ പുനരുത്ഥാനത്തിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. മരണപ്പെടുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് യഹോവയെ 100% പ്രസാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അവരുടെ സമൂഹം അനുവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയമായും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ പുതിയ ആകാശഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കും. ബാക്കിയുള്ള ആളുകളെ അന്തരെ ചുട്ടുകളയും. എല്ലാവരും ഉയർപ്പിക്കും. അതിൽ ബാക്കിയുള്ള ആളുകളെ എന്ത് ചെയ്യും? ആ നിമിഷം തന്നെ ചുട്ടുകളയും. അങ്ങനെ ചുട്ടുകളയുന്നതാണ് നരകം. അത് പിന്നീട് നമ്മൾ ചിന്തിക്കാം. ഇങ്ങനെയുള്ള വളരെ വിചിത്രമായ ഒരുപാട് പഠനങ്ങൾ അവർക്കുണ്ട്. ഞാൻ പറഞ്ഞത് അവരുടെ സമൂഹത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ
ഈ ചരിത്രത്തിൽ, ക്രിസ്തീയ ചരിത്രത്തിൽ പെടുന്ന ആളുകളെ മൂന്നായിട്ട് അവർ തരംതിരിക്കുക. അതില് ഒരു കൂട്ടം ആളുകൾ ഏറ്റവും മുന്തിയ ആളുകളാണ്, അവർ ദൈവത്തോട് ഏറ്റവും അടുത്ത് ഇരിക്കുന്ന ആളുകൾ. മറ്റൊരു കൂട്ടം സ്വർഗീയ പ്രത്യാശയുള്ളവരാണ്, 144,000 പേർ. എന്നാൽ ബാക്കിയുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ പോകാമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ല. അപ്പോ സഭ എന്നുള്ള സത്യത്തെ തന്നെ അവർ കീറി മുറിച്ചു, 3 കഷ്ണങ്ങളാക്കി. ഒരിക്കലും ഒന്നിച്ചു ചേരാനാവാത്ത വിധം അതിനെ എന്ത് ചെയ്തു? 3 കഷ്ണങ്ങളാക്കി മാറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനി എന്ന ആ അർത്ഥത്തിൽ അവർക്ക് വരാനുള്ള യോഗ്യത ഇല്ല. ആറാമത്, അവരൊരിക്കലും യേശുക്രിസ്തുവിന്റെ സാക്ഷികളല്ല. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 1:8 കർത്താവ് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അല്ലെ? എൻ്റെ സാക്ഷികളാകും, ക്രിസ്തുവിൻ്റെ സാക്ഷികൾ. എന്നാൽ അവരെങ്ങനെയാണ് അറിയപ്പെടുന്നത്? യഹോവയുടെ സാക്ഷികൾ. യഹോവയുടെ സാക്ഷികൾ എന്നുള്ള പേര് അവരുടെ രണ്ടാമത്തെ പ്രസിഡന്റായ റൂദർഫോർഡ്, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പിന്നീട് അല്പം ഒന്ന് ചിന്തിക്കുന്നുണ്ട്, അദ്ദേഹം കൊണ്ടുവന്നതാണ്. അത് യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിനോട് ദൈവം പറയാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. നമുക്കെല്ലാവർക്കും അറിയാം വേദഭാഗം, അല്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. അതെടുത്തുകൊണ്ടാണ് അവര് ഞങ്ങൾ യഹോവയുടെ സാക്ഷികളാണ് എന്ന് പറയുന്നത്. ഏഴാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. അത് ഞാൻ ഒന്ന് പറഞ്ഞതിനകത്ത് തന്നെയുണ്ട്. ഏഴാമത്, അവർ യേശുക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുന്നില്ല. ലോകത്തെ എല്ലാ ക്രൈസ്തവരും, മുഴുവൻ ക്രിസ്തീയ വിശ്വാസവും യേശുക്രിസ്തു വരും എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇവർ മാത്രം എന്ത് ചെയ്യുന്നില്ല? യേശു ഇനി വരാനുണ്ട്, ഒരു പുരുഷൻ വരാനുണ്ട് എന്ന പ്രതീക്ഷ അവർക്കില്ല. യേശുവിൻ്റെ വരവിനായി അവര് കാത്തിരിക്കുന്നില്ല. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ C.T. റസൽ എന്ന് അറിയപ്പെടുന്ന 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹമാണ് ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. 1852 ഫെബ്രുവരി 6-ാം തീയതിയാണ് ഒരു സംഘടന എന്ന നിലയിൽ ഈ പ്രസ്ഥാനം നിലവിൽ വന്നത്. ഇദ്ദേഹം പ്രസ്ബിറ്റേറിയൻ ചർച്ചിൽപ്പെട്ട ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് വസ്ത്രവ്യാപാരിയായ ഒരു മനുഷ്യനായിരുന്നു. 1869 പിതാവിനോടൊപ്പം അമേരിക്കയിലേക്ക് താമസം മാറിയ റസൽ അവിടെ വച്ച് ചില നിരീശ്വരവാദികളെ പരിചയപ്പെട്ടു. അവരുമായിട്ട് നിരന്തരം സംസാരിക്കുകയും പല ചിന്തകളും, നിരീശ്വരവാദികൾ പറഞ്ഞ പല ചിന്തകളും തൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അതിൽ ഒരു ചിന്തയാണ് നരകം ഒരു യാഥാർത്ഥ്യമല്ല എന്നുള്ളത്. ആ നിരീശ്വരവാദികൾ ചോദിച്ചു, നിന്റെ ദൈവം സ്നേഹവാനാണെങ്കിൽ ആ സ്നേഹവാനായ ദൈവം ഒരു നിത്യ നരകം ഉണ്ടാക്കി അതിനകത്ത് ഈ ആളുകളെയൊക്കെ ഇട്ട് പൊള്ളിച്ച് കണ്ട് രസിക്കുന്ന ഒരാളാണോ? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ സാധിക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നിത്യ നരകമില്ല എന്ന് അദ്ദേഹം പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിച്ചത്. തുടർന്ന് അദ്ദേഹം വളരെ യുക്തിപരമായി, സയുക്തികമായി അദ്ദേഹം വേദപുസ്തകത്തിലെ ആശയങ്ങൾ കാണാനും വിമർശനാത്മകമായി കാണാനും ശ്രമിച്ചു. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന യഹോവയുടെ സാക്ഷികൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, വളരെ യുക്തിപരമായിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അവരുടെ ചില യുക്തികൾ ഞാനൊന്ന് ഓടിച്ചു പറയാം. നിങ്ങളതൊന്ന് 1-2 എണ്ണം അവരുടെ ആ ചിന്ത മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് പറയുന്ന ഒരു കാര്യം, മരണത്തിനപ്പുറത്തൊന്നുമില്ല, മരിക്കുന്നത് കൂടെ എല്ലാം അവസാനിക്കുക.
അതിനുശേഷം നിലനിൽക്കുന്ന ഒന്നും മനുഷ്യനില്ല. മണ്ണിൽ നിന്നാണ് മനുഷ്യനെടുത്തത്. ആ മണ്ണിൽ ലയിച്ച് തീരാവുന്നതേ അവനിലുള്ളൂ. ഇതാണ് അവരുടെ വാദം. അതിന് ഒരിക്കല് ഒരു യഹോവയുടെ സാക്ഷി 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിളക്ക് കത്തി നിൽക്കുക. ആ വിളക്ക് ഊതിക്കെടുത്തി. എന്നിട്ട് അതിൻ്റെ തീനാളം, വിളക്ക് കത്തിയിരിക്കുന്ന മെഴുകുതിരി കത്തിയിരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ വിളക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ? ഇതല്ലേ കണ്ടിട്ടുള്ളൂ. വിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അത് ഊതിക്കെടുത്തുക. ഊതിക്കെടുത്തുമ്പോൾ അതിൻ്റെ തീനാളം എവിടെ പോയി? ചിന്തിക്കുക. നാളെ നിങ്ങൾ വരുമ്പം അതിന് ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ട് വരണം കേട്ടോ. തീനാളം എവിടെ പോയി? അതുപോലെ മനുഷ്യൻ ഇല്ലാതെ പോകും. ഒന്ന്. അവരുടെ മറ്റൊരു ഉപദേശമാണ് രക്തദാനം അവർ നിഷേധിക്കുകയാണ്. രക്തം സ്വീകരിക്കുകയില്ല. എന്തു പ്രശ്നം വന്നാലും ഒരു തികഞ്ഞ യഹോവയുടെ സാക്ഷി രക്തം സ്വീകരിക്കുകയില്ല. അതിനവര് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എടുക്കുന്ന രക്തം ഭക്ഷിക്കരുത് എന്ന വ്യവസ്ഥയുണ്ട് അല്ലേ? ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിലും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിലും രക്തം ഭക്ഷിക്കാൻ പാടില്ല, അത് വർജിക്കണം എന്ന് ദൈവവചനം പറയും. അത് ശിരകളിലൂടെ സ്വീകരിക്കുന്നതും അത് ആഹരിക്കുന്നതിന് ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അവരുടെ ഒരു വാദം. അതിന് അവർ പറയുന്ന ഒരു യുക്തിയുണ്ട്. ആ യുക്തി പറയാനാണ് ഞാനിപ്പോൾ വരുന്നത്. മദ്യം കഴിക്കുന്ന ഒരാളോട് ഡോക്ടർ പറഞ്ഞു ഇനി മദ്യം കഴിക്കാൻ പാടില്ല. ആ രോഗി മദ്യം കുടിക്കുന്നത് നിർത്തി. എന്നിട്ട് അതൊരു ട്രിപ്പിട്ട് ശിരകളിലേക്ക് കയറ്റുകയാണ് മദ്യം. ഇത് തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? ഇതിൻ്റെ ഉത്തരം എന്നാണ് പറയണേ, ഈ യുക്തി. അതുകൊണ്ടാണ് അവർ രക്തം സ്വീകരിക്കാത്തത്. ഈ മറ്റൊരു യുക്തി ഞാൻ പറയാം. അവര് പറയുന്നത് ദൈവം പിതാവാണ്, ആ ദൈവത്തിന്റെ പുത്രൻ മാത്രമാണ് യേശു. ആരാണ്? പുത്രൻ മാത്രമാണ് യേശു. അവർ ചോദിക്കുന്നു, ഒരാൾക്ക് പിതാവിൽ നിന്ന് ജനിക്കാനും അപ്പോൾ തന്നെ പിതാവിന് തുല്യം ഒപ്പം പ്രായമുള്ളവനായിരിക്കാനും കഴിയും. മനസ്സിലായോ? കഴിയുമോ? ഒരാൾക്ക് ഒരാളിൽ നിന്നൊരു പിതാവിൽ നിന്ന് ജനിക്കുന്നു, ഒരു കുഞ്ഞ് ജനിക്കുന്നു. ജനിച്ചിട്ട് ആ കുഞ്ഞിന് അപ്പനോളം പ്രായമുള്ളവനായിരിക്കാൻ കഴിയും. കഴിയുകയില്ലെങ്കിൽ യേശു നിത്യനല്ല. അതാണ് അവരുടെ വാദം. ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ ലോജിക്കായി വളരെ യുക്തിപരമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് യഹോവയുടെ സാക്ഷികളുമായിട്ടൊക്കെ ഒരു സംവാദത്തിനൊക്കെ പോകുമ്പോൾ അല്പം ഒരു കരുതല് ആവശ്യമാണ്. അവർ യുക്തിപരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അവർക്കുണ്ടായ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം, അവർ യുക്തിവാദികളല്ല. അവർ യുക്തിവാദികളുമായുള്ള സമ്പർക്കത്തിൽ നിന്നാണ് C.T. റസല് ഇതാദ്യം പഠിച്ചത്. അദ്ദേഹത്തിന് കിട്ടിയ ആ യുക്തിബോധം അദ്ദേഹം തലമുറയായിട്ട് അവർ കൈമാറി ഇങ്ങ് വരുന്നതാണ്. ഞാൻ പറഞ്ഞത് അവർ ഇതുപോലെ യുക്തി ഉപയോഗിച്ചാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. അതിൻ്റെ യുക്തിയെ സംബന്ധിച്ച് നാളെ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അവരെക്കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കി. എത്ര മണിക്ക് നമുക്ക് നടത്തണ്ടേ? 8:30. ഓക്കെ. അപ്പൊ ഇവര് അവരുടെ ആളുകളെ അവരുടെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെടുത്തി പല തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കൂട്ടം ആളുകൾ പ്രചാരകർ,
രാജ്യപ്രചാരകർ എന്നാണ് അറിയപ്പെടുന്നത്. അവര് എന്ത് ചെയ്യുന്നു? വീട് തോറും കയറി പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്യുന്നു, ആളുകളെ എന്ത് ചെയ്യുന്നു? ഈ സംഘടനയിലേക്ക് ക്ഷണിക്കുന്നു. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. ആ രാജ്യപ്രചാരകരെ അവർ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഒരു കൂട്ടം ആളുകൾ സജീവാംഗങ്ങൾ. ഇത് അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സജീവാംഗങ്ങൾ അവര് നിശ്ചിത മണിക്കൂർ ഈ വയൽ സേവ ചെയ്യുന്നവരാണ്. ഒരു നിശ്ചിത സമയം ഞാൻ പിന്നീട് പറയാം. മറ്റൊരു കൂട്ടര് ക്രമമില്ലാത്തവരായിട്ട് അതിൽ കുറച്ച് ആളുകളെ അവർ തിരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സജീവ അംഗങ്ങളല്ല നിശ്ചിത മണിക്കൂർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് താഴോട്ട് പോകും. പറഞ്ഞ മനസ്സിലായോ? ആ യോഗ്യതയിൽ നിന്ന് താഴെ വീഴും. ആ രണ്ടാമത്തെ തലവേദനറിയോ? ക്രമമില്ലാത്ത, അല്ലേ? അവര് ക്രമമായിട്ട് ഞാൻ ഇത്ര മണിക്കൂർ സേവ ചെയ്തു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കാത്ത ആളുകളാണ്. ഇനി അവര് പിന്നെ ഭേദമാണ്. ഇനി അതിൽ താഴെ വേറെ കൂട്ടരുണ്ട്, അവര് നിഷ്ക്രിയരെന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാ നിഷ്ക്രിയരാകുന്നതെന്ന് അറിയാമോ? 6 മാസമായിട്ട് ഒരു വയൽ സേവനവും ചെയ്തിട്ടില്ലെങ്കിൽ അവരെ അറിയപ്പെടുന്ന പേരാണ് നിഷ്ക്രിയർ, അല്ലേ? പിന്നെ പൈനീർമാർ എന്നറിയപ്പെടുന്ന ആളുകളുണ്ട്. അവര് ചെയ്യുന്നത് ഈ രാജ്യപ്രചാരകർക്ക് നിർദ്ദേശങ്ങൾ നൽകി, ബുദ്ധി ഉപദേശം നൽകി റിപ്പോർട്ട് വാങ്ങുന്ന ആളുകളാണ്. ഇവരെ ഇത്ര മണിക്കൂർ ഞങ്ങൾ എന്ത് ചെയ്തു? ഈ വയൽ സേവ ചെയ്തു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വാങ്ങുന്ന ആളുകളാണ്. ഇവർ ഒരു മാസം 100 മണിക്കൂർ കൃത്യമായിട്ട് സേവ ചെയ്തിരിക്കണം. പൈനീർമാര് എന്ത് ചെയ്യണം? 100 മണിക്കൂർ ചെയ്തിരിക്കണം. അതുകൂടാതെ സ്പെഷ്യൽ പൈനീർമാരുണ്ട്. അവര് ഈ ബൈബിൾ ആൻഡ് ട്രാക്ട് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ആക്ട് അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ് യഹോവയുടെ സാക്ഷികൾ എന്നറിയപ്പെടുന്ന ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്ന് വേതനം പറ്റി 150 മണിക്കൂർ വയൽ സേവ ചെയ്യുന്ന ആളുകളെയാണ് സ്പെഷ്യൽ പൈനീർമാർ എന്നറിയപ്പെടുന്നത്. അതുകൂടാതെ സർക്കീട്ട് ദാസന്മാരുണ്ട്. സർക്കീട്ട് ദാസന്മാർ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പ്രയോഗമൊക്കെ, അല്ലേ? അവര് എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഒരു പ്രത്യേക പല സർക്കിളുകളായിട്ട് അവരുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ തിരിച്ചിട്ടുണ്ട്. അതിൽ അവർക്ക് ഉള്ള നിശ്ചിത സർക്കിളിൽപ്പെട്ട രാജ്യ ഹാളുകൾ ക്രമമായി സന്ദർശിച്ച് അവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുന്ന ആളുകളാണ് സർക്കിട്ട് ദാസന്മാർ. അതുപോലെ തന്നെ ജില്ലാ ദാസന്മാരെന്നറിയപ്പെടുന്ന ഡിസ്ട്രിക്ട് ദാസൻ എന്നറിയപ്പെടുന്ന ആളുകളുണ്ട്. അത് ഓരോ സർക്കിളിലുമുള്ള ഈ സർക്കിട്ട് ദാസന്മാരുടെ വേല നിരീക്ഷിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളുകളാണ്. ഇങ്ങനെ പല തട്ടുകളായിട്ടാണ് ഇവര് തിരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ ഭരണസംഘം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു കൂട്ടം ആളുകളുണ്ട്. ഭരണസംഘം അത് ഒരു ട്രസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സംഘടന, ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒന്നാണ്. അതിൽ 7 പേരാണ് ഭരണചക്രം തിരിക്കുന്ന അല്ലെങ്കിൽ ആ ട്രസ്റ്റ് അംഗങ്ങൾ. അതിന് ഒരു പ്രസിഡന്റ് ഉണ്ട്, ഒരു മാനേജിംഗ് ട്രസ്റ്റി എന്നറിയപ്പെടുന്ന ഒരു പ്രസിഡന്റ് ഉണ്ട്. അതാണ് അവരുടെ യഹോവസാക്ഷികളുടെ ലോകത്തിൽ മുഴുവൻ്റെ അധികാരം കൈയാളുന്ന അവരുടെ പ്രസിഡന്റ്. ഇങ്ങനെയാണ് അവരുടെ ഈ ഭരണ രീതികളും ഒക്കെ മുമ്പോട്ട് പോകുന്നത്. കൂടാതെ അവര് തങ്ങളെ തന്നെ സംബോധന ചെയ്യുന്നത് സഹോദരന്മാരെന്നും സഹോദരിമാര് എന്നും. അവര് വിളിക്കുമ്പോൾ എങ്ങനെ വിളിക്കുള്ളൂ? സഹോദരൻ അല്ലെ സഹോദരി എന്നാണ് വിളിക്കുന്നത്. അവർക്ക് ആഴ്ചയിൽ 2 പ്രധാന മീറ്റിങ്ങുകളാണുള്ളത്. ഒന്ന് വാരാന്ത്യ മീറ്റിംഗ്, വീക്കെൻഡ് മീറ്റിംഗ് എന്ന് അറിയപ്പെടുന്ന ഒന്ന് ഞായറാഴ്ച നടക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന ആ മീറ്റിങ്ങിൽ ഒരു സഭാമൂപ്പനോ ശുശ്രൂഷാദാസനോ 30 മിനിറ്റ് ഒരു പൊതുപ്രസംഗം നടത്തുന്നു. അതിനുശേഷം 1 മണിക്കൂറോളം ആ അംഗങ്ങൾ വാച്ച് ടവർ സൊസൈറ്റി തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തി പരസ്പരം സംവദിക്കുകയാണ്. ഇതാണ് അവരുടെ ഞായറാഴ്ചത്തെ പരിപാടി. അത് കാണേണ്ടതാണ്,
എന്ന് പറഞ്ഞാൽ ഒരാള് ആ ആഴ്ച അവരുടെ വീക്ഷാഗോപുരവും ഉണർവ് എന്ന് പറഞ്ഞ മാസികയുണ്ട്. ആ 2 മാസികകൾ, അതിൽ വീക്ഷാഗോപുരമാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒരാഴ്ച എന്ത് പഠിക്കണം എന്നുള്ളത് വെളിയിൽ നിന്ന് വിടും. ലോകത്തിലുള്ള എല്ലാ യഹോവയുടെ സാക്ഷികളും ആ വിഷയം മാത്രമാണ് പറയുന്നത്. നമ്മൾ ഒരാഴ്ച ഓരോ ഭാഗം ധ്യാനിച്ചുകൊണ്ട് വരുന്ന പോലെയൊന്നുമല്ല. എന്നിട്ട് അതിനെ അധികരിച്ച് അവരുടെ ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആള് അരമണിക്കൂർ കൃത്യം 30 മിനിറ്റ് ടൈയൊക്കെ കെട്ടി നിന്ന് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് അവര് അത് അവതരിപ്പിക്കും. അതിനുശേഷം 2 ഭാഗങ്ങളായിട്ട് ആളുകൾ തിരിഞ്ഞിരുന്ന് ചർച്ച ചെയ്യും. ചിലപ്പം അതിലൊരാള് ഒരു കത്തോലിക്കനാണ്, ചിലപ്പോൾ ബ്രദറുകാരനാണ്. അപ്പോൾ ഒരു ബ്രദറുകാരനായിട്ടുള്ള ആള് ചോദിക്കും. അന്നേരം യഥാർത്ഥ യഹോവസാക്ഷിയായിട്ടുള്ള ആള് അതിനകത്ത് നിന്ന് അതിന് ഉത്തരം പറയും. ഉത്തരം പറഞ്ഞ് ബ്രദറുകാരനെ തോൽപ്പിക്കും, അല്ലെ പെന്തക്കോസ്തുകാരനെ തോൽപ്പിക്കും, പിന്നെ ഈ കത്തോലിക്കനെ തോൽപ്പിക്കും, അല്ലെ ആരായാലും അതിനെതിരെ പറയുന്ന ഒരാളെ പരാജയപ്പെടുത്തുമ്പോൾ എല്ലാവരും ചിരിക്കും, അവർ വിജയിച്ചു. പിന്നീട് വയൽ സേവയ്ക്ക് പോകുമ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, അവര് പെരുമാറും. അതുപോലെ തന്നെ ഇടദിവസം ഒരു മീറ്റിംഗ്, പലയിടത്ത് 1-2 ഉണ്ട്. ഒരു മീറ്റിംഗ് നിർബന്ധമാണ്. അത് വൈകിട്ടാണ്. അന്നും ഇതേ രീതിയിൽ അവർ ചെയ്യുകയും 1-2 പാട്ട് പാടുകയും അതുപോലെ തന്നെ ബൈബിൾ വായന, ലളിതമായ അവതരണ രീതിയൊക്കെ അവർ പരിശീലിക്കുകയും ചെയ്യുകയാണ്. അതുകൂടാതെ ഭവനാരാധന ആഴ്ച 2 ദിവസം നിർബന്ധമാണ്. വീട്ടിൽ അവരുടെ കുറച്ച് സഹോദരന്മാരോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളായ ആളുകളെയോ വിളിച്ച് ഓരോ വീട്ടിലും ഇരുത്തി എന്ത് ചെയ്യണം, പാട്ട് പാടുകയും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള പരിശീലനം അവിടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. അതൊക്കെയാണ് അവരുടെ രീതി. അതുപോലെ ഞാൻ കർത്തൃമേശയെക്കുറിച്ച് മുമ്പേ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതുപോലെ ഒരു മരണവീട്ടിലൊക്കെ ചിലപ്പോൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. മുമ്പേ പറഞ്ഞ പോലെ മരണത്തെക്കുറിച്ച് ഒരാൾ ഒരു 30 മിനിറ്റ് പ്രസംഗിക്കും. അവിടെ എല്ലാ പ്രസംഗങ്ങളും 30 മിനിറ്റേ ഉള്ളൂ കേട്ടോ. നമ്മളെപ്പോലെ 45 മിനിറ്റോ 50 മിനിറ്റോ ഒന്നും ഇല്ല. 30 മിനിറ്റ് മരണത്തെക്കുറിച്ച് പ്രസംഗിക്കും. ഒരാൾ മരിച്ച ആളെക്കുറിച്ച് അനുസ്മരണം പറയും. അവർ നിയോഗിക്കുന്ന ഒറ്റയാൾ. വരുന്ന ഉപദേശിമാർക്കെല്ലാം കൊടുക്കുന്ന രീതിയൊന്നും അവിടെ ഇല്ല. നമ്മളൊക്കെ അങ്ങ് വെച്ച് കൊല്ലുക അല്ലേ, എന്താ പറയുക, പോട്ടെ, അതൊന്നും പറയുന്നില്ല. അപ്പം അവര് ഒരാൾ അനുസ്മരണം പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ ഒരാൾ പ്രാർത്ഥിച്ചതിന് ശേഷം ബോഡി കൊണ്ട് അടക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ അവരുടെ കൺവെൻഷനുകളുണ്ട്, അതുപോലെ രാജ്യാന്തര കൺവെൻഷനുകളുണ്ട്. ഇങ്ങനെ പല പ്രവൃത്തികളാണ് അവർക്കുള്ളത്. ഏതായാലും നമ്മുടെ വീടുകളിൽ തോറും വരുന്ന ഈ ആളുകൾ, അവരോട് നമ്മൾ ഇടപെടുമ്പോൾ വളരെ യോഗ്യമായ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. രണ്ട് യോഗൻ, അതാണ് നമ്മൾ പറയുന്നത് അല്ലേ, എന്താ ഈ ഉപദേശം കൊണ്ട് വീട്ടിൽ കയറ്റരുത്. ഞാൻ ആ ലോകത്തൂടെ എവിടെ പോയാലും വിളിച്ചു കയറ്റും. അത് എൻ്റെ രീതി. ഇങ്ങനെ കയറ്റാതിരുന്ന നമുക്ക് വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അല്ലെ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ കയറണ്ട എന്ന് പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും കുശലം പറയാൻ പോലും വേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പെട്ടുപോവുക എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടില് മാട്ടുക്കട്ടയിലാണ് ഇവരുടെ കേരളത്തിലെ ഏറ്റവും വലിയ രാജ്യഹാള്, ആളുകൾ കൂടിയ രാജ്യഹാള് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുമായിട്ട് ഒരുപാട് പ്രാവശ്യം ഇവരുമായിട്ട് ഞങ്ങൾ സംവാദത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പ്രത്യേകിച്ച് പഠിക്കാൻ നിർബന്ധിതനായി തീർന്നത്. എന്നിട്ട് 1-2 പ്രാവശ്യം സംഭാഷണത്തിൽ, ആദ്യം ഒരു പ്രാവശ്യം നമ്മുടെ ഒരു ദേവദാസൻ പരാജയപ്പെട്ടു. പിന്നെ അവര് എന്ത് ചെയ്യില്ലായിരുന്നു, നമ്മളോട് അടുക്കുകയില്ലായിരുന്നു സംസാരിക്കാൻ. പിന്നീട് ഞാൻ ഈ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞ് ഇവരുടെ പുറകെ നടക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം അവർ സമ്മതിച്ചു. അന്ന് ഏതായാലും നമുക്ക് ഒരു ആധിപത്യം ആ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു.
എന്നിട്ട് ഞങ്ങൾ ചെയ്തൊരു കാര്യം, നമ്മുടെ നാടാണല്ലോ, ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഇവർ കയറുന്ന വീടുകളിലെല്ലാം ഞാനും പോയി അവരുടെ ആ വീട്ടുകാരെ നമുക്കറിയാം, അവരുടെ മുമ്പിൽ ഇരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ പ്രശ്നമായി. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, അവർ ഇരുന്നോട്ടെ, പുള്ളി ഇരുന്നോട്ടെ, പുള്ളി കേട്ടോട്ടെ, പുള്ളിക്ക് ഇപ്പോൾ കേൾക്കാൻ പാടില്ലാത്തൊന്നും അല്ല നിങ്ങൾ പറയുന്നത്. അങ്ങനെ ആ പ്രദേശത്ത് അവർ കയറുന്ന എല്ലാ വീട്ടിലും ചെന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രതിരോധം തീർത്തു. അവരുടെ ഒരു വലിയ എന്താ പ്രവർത്തനത്തിന് നമ്മൾ തടയിടുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, വലിയ ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ നമുക്കുണ്ട്. നമ്മൾ നിസ്സാരമായിട്ട് അതിനെ കാണരുത്. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അവരുടെ പ്രവർത്തനം വളരെ രഹസ്യമാണ്. അവർ രണ്ടുപേര് വീട്ടിൽ ചെല്ലുന്നു, അവർ സംസാരിക്കുന്നു. ഇത് ലോകത്തിലൊരു മനുഷ്യനും അറിയാതെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഉടനെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലൂടെ ഒക്കെ ഇട്ടങ്ങ് ലോകം മുഴുവൻ അറിയും. അവരതല്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ അവർക്ക് റിപ്പോർട്ട് എഴുതണം, അത് എഴുതി അവർ മേളിലോട്ട് കൊടുക്കും. പക്ഷെ ഒരുപാട് ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ചതിക്കുഴിയിൽ പെടുത്തുന്നുണ്ട്. വിശ്വാസികളായ ആളുകളും ചിലരെങ്കിലും അവരുടെ ചതിക്കുഴിയിൽ പെട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ കാരണം യുക്തിബോധത്തോടെയുള്ള ഈ അവതരണമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വളരെ യോഗ്യമായി അവരോട് ഇടപെടണം. ഇടപെടുക എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മൾ അവരോട് ലോഗ്യമായിട്ടും ചിരിച്ചുകൊണ്ടും സംസാരിക്കാൻ പഠിക്കണം. അത് ആരോടായാലും നമ്മൾ അങ്ങനെ ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? ആരോടായാലും നമ്മൾ ചെയ്യണം. നമ്മൾ സുവിശേഷം പറയാൻ പോകുന്നിടത്തായാലും ഏതൊരു മനുഷ്യനോടും ഉപദേശപരമോ അതുപോലെ താർക്കികവുമായ കാര്യങ്ങൾ പറയുമ്പോൾ ക്ഷുഭിതരാകാതെ നമ്മളെ തന്നെ നിയന്ത്രിച്ച് നമ്മളത് പ്രസന്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് നമുക്കുണ്ടാകേണ്ട ഒരു യോഗ്യതയാണ്. ഞാൻ അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ സംസാരിക്കും. ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ നമുക്ക് കഴുത്തറക്കുകയും ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ മുഖഭാവം കണ്ടാൽ ഞുള്ളി പറിച്ചാലും മതി, അല്ലേ? അത് വലിയ പ്രശ്നമാകും. ഞാൻ ഓർക്കുന്നുണ്ട്, ഇതുപോലെ ഒരു വീട്ടിൽ ഞങ്ങൾ ഒരു യഹോവസാക്ഷിയുടെ വീട്ടിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. അവരുടെ ഒരു വലിയ ആളുണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിച്ച് അവർക്ക് ഉത്തരങ്ങൾ പറയാനില്ലാതെ അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ എത്തുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ആധിപത്യം എടുത്ത് എന്ത് ചെയ്യുക? ഇരിക്കുക. അപ്പം ഞാൻ 2-3 ചോദ്യങ്ങൾ മുമ്പ് ഇട്ടു. എന്നിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ആ ചോദ്യത്തിന് മറുപടി തന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് പറയണം, മറുപടി തന്നേ പറ്റുള്ളൂ. കുറച്ചു നേരമായിട്ട് അദ്ദേഹം ഇങ്ങനെ അനങ്ങാതിരിക്കുക. അതിൻ്റെ ഇടയിൽ അവരിങ്ങനെ പ്രകോപനം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു തന്ത്രമാണ്. അവർക്ക് ഉത്തരം മുട്ടുന്നു, ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ അവർ പ്രകോപനം ഉണ്ടാവും, വയലന്റ് ആവും. നമ്മൾ അവരുടെ ഈ പ്രകോപനം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഈ നിലവിട്ടു പോയി കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ വെച്ച് തീർന്നു. അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ വരാതെ കാര്യങ്ങൾ അവസാനിപ്പിക്കും. എന്താ സംഭവിച്ചെന്നറിയാം? എൻ്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. പുള്ളി കൈയും ചുരുട്ടിക്കൊണ്ട് ചാടിയങ്ങ് എഴുന്നേറ്റ് പറയടാ പറയടാന്നും പറഞ്ഞോണ്ട് ചാടി എഴുന്നേറ്റു. ആ സഹോദരൻ മരിച്ചുപോയി. സംഭവിച്ചെന്താണെന്നറിയോ? ആ വീട്ടുകാരൻ അന്നേരം വേറൊരു 10 എഴുന്നേറ്റു. നടന്ന കാര്യമാ. എൻ്റെ വീട്ടിൽ വന്നു വെച്ച് നീ ആളാകുന്നൊന്നും ചോദിച്ചോണ്ട്, ശരിയല്ലേ? ആ പ്രശ്നം അവിടെ വെച്ച്. ഇങ്ങനെയുള്ള വിവരക്കേട് ഒരു കാരണവശാലും നമ്മൾ കാണിക്കരുത്. അതെ, ഉത്തരം മുട്ടുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയാറുള്ള ഒരു ചൊല്ലുണ്ടല്ലോ. ഇപ്പം അത് പോട്ടെ, വേറെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ രീതിയിൽ നമുക്ക് ഇടപെടാൻ അതൊരു പരിശീലനമാണ്. നമ്മുടെ ആളുകൾക്കൊക്കെ വേണ്ടതാണ്. ഉപദേശം പറയുമ്പോഴും വീട്ടിലും അങ്ങനെ തന്നെ വേണം കേട്ടോ. വീട്ടിലും സഭയിലും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അല്പം ഒരു ചിരിയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി ഇതൊരു തന്ത്രമാണ്. ഞാനത് പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാം. മറ്റൊരു കാര്യം, നമ്മളൊരു വാദഗതി മുമ്പോട്ട് വച്ചാൽ, ഞാൻ നാളെയുള്ള ദിവസങ്ങൾ ചില പ്രത്യേക കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്.
ഉപദേശപരമായിട്ട് അതിലേക്ക് നമുക്ക് വരാം. ഇന്നൊരു ആമുഖം എന്നുള്ള നിലയിൽ ഇത്രയും പറഞ്ഞ് നമുക്ക് നടത്താം. നമ്മളൊരു വാദഗതി മുമ്പോട്ട് വച്ചാൽ ആ വാദഗതിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതിന് ഒരു പരിഹാരം ഉണ്ടാകാതെ മുമ്പോട്ട് പോകാൻ പാടില്ല. അവരുടെ വലിയൊരു തന്ത്രമുണ്ട്. അത് പലപ്പോഴും നമുക്ക് പിഴവ് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് യേശുക്രിസ്തു ദൈവമാണോ എന്നവർ നമ്മളോട് ചോദിക്കുന്നു. നമ്മൾ ഏത് വാക്യം ആദ്യം എടുക്കുന്നത്? പറയൂ. യോഹന്നാന്റെ സുവിശേഷം 1:1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ വചനം ദൈവമായിരുന്നു. എന്നാൽ അവരുടെ പരിഭാഷയിൽ വചനം ഒരു ദൈവമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഗോഡ് എന്നുള്ളതിന് ചെറിയ ജി ആണ് കൊടുത്തിരിക്കുന്നത്. അവർ പറയും ഗ്രീക്കിൽ ഒരു ആർട്ടിക്കിളിന്റെ പ്രശ്നം അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഉടനെ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്നാ പിടിച്ചു, യോഹന്നാൻ 20:18. നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു കാരണവശാലും പോകരുത്. പറഞ്ഞ മനസ്സിലായോ? ഒരിക്കലും ഇങ്ങനെ ചർച്ച ഉണ്ടായിട്ട് യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്ന ഈ 10 വാക്യങ്ങൾ ഒരാളെടുത്ത് 10 ആ പുള്ളി ഉത്തരം പറഞ്ഞു. അവരുടെ ഒരു വലിയ തന്ത്രമാണ്. നമുക്കെന്ത് സാധിക്കണം? ഇവിടെ ഈ തർക്കശാസ്ത്രത്തിൽ കൗണ്ടർ ചെയ്യാൻ പഠിക്കണം. അത് മനസ്സിലായോ? ഇത് യോഹന്നാൻ 1:1 അവരുടെ പഠിച്ചു വെച്ചിരിക്കുന്ന അവരുടെ പുസ്തകത്തിലുള്ള കാര്യം അവർ പറയും. അതിനവർ വരുന്നത്. എന്നാൽ അതിന് മറുചോദ്യമുണ്ടോ, അതിന് മറ്റൊരു ഉത്തരമുണ്ടോ എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ആ പഠനമാണ് നമുക്ക് വേണ്ടത്. യേശുക്രിസ്തു ദൈവമാണെന്ന് എത്ര വാക്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതിന് പ്രതിരോധം തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ പഠനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രതിരോധം. ആ വാക്യം നിങ്ങൾ പറയുന്ന പോലെ ആർട്ടിക്കിളിൻ്റെ പ്രശ്നം ഇല്ല അവിടെ എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴേ അവരുടെ വാദത്തെ നമുക്ക് ഖണ്ഡിക്കാനായിട്ട് കഴിയും. അതെ, സംശയം എന്നായിരിക്കുന്നു. മറ്റൊന്ന്, അതിനൊരു പരിഹാരം ഉണ്ടാകാതെ നമ്മുടെ സംഭാഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അവിടെ സ്റ്റോപ്പ് ഇടണം, അവിടെ നിർത്തിക്കോ. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഒരു ചുവട് മുമ്പോട്ട് വെക്കണമെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവും. അതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കർത്താവ് നമ്മെ ഏതായിട്ട് സഹായിക്കുക. ഞാൻ പറഞ്ഞത് ഒരു വലിയ ദുരുപദേശ പ്രസ്ഥാനമാണ്. ഈ ദുരുപദേശ പ്രസ്ഥാനത്തെ നേരിടാൻ വളരെ ശക്തമായ പഠനം നമുക്ക് ആവശ്യമാണ്. വളരെ ശക്തമായ പഠനം നമുക്ക് ആവശ്യമാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ. അതിന് നമ്മുടെ സാധാരണ ബൈബിൾ ക്ലാസ്സും നമ്മുടെ സാധാരണ പ്രസംഗങ്ങളും കേട്ടതുകൊണ്ട് ഇതിനൊരു പ്രതിരോധം ഇടാൻ നമ്മളെ കൊണ്ട് കഴിയും. ഒരു കാലത്ത് വളരെ സമർത്ഥരായ ദൈവദാസന്മാർ നമുക്കുണ്ടായിരുന്നു, അല്ലേ? എം സക്രിയ, KG തോമാച്ചായൻ, KG കുര്യച്ചായൻ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ. അവരുടെ മുമ്പിൽ നിന്ന് ഈ ആളുകൾ ഓടി ഒളിക്കുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞങ്ങളുടെ ആലടിയിൽ എം സക്രിയച്ചായനെ ബ്രദറുകാർ കൊണ്ടുവന്നല്ല, ഒരു കത്തോലിക്കാൻ അവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. കത്തോലിക്കൻ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. അവസാനം ഇദ്ദേഹം നിരത്തിയ വാദഗതിക്ക് അവർ ഉത്തരം പറയാതെ അവർ പോയി. വലിയ വിവാദപരമായ പ്രശ്നം അന്നവിടെ ഉണ്ടായി. ഇദ്ദേഹം വലിയൊരു ധനികനും ആ നാട്ടിൽ പ്രമാണിയുമായിരുന്ന ഒരാളാണ്. ആലടിയിലുണ്ടായിരുന്ന ഒരു കത്തോലിക്കൻ, ഒത്തിരി ജോലിക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇവർ ഉത്തരം പറയാതെ എഴുന്നേറ്റ് പോയപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? പുറകെ ഇയാളുടെ പണിക്കാരെ വിട്ടേച്ച് അവരെ പിടിച്ചോണ്ട് വന്നു. ഇവർക്ക് ഉത്തരം പറയാനില്ല. പിന്നെ ഇവരാ കൈകാര്യം ചെയ്തത്. അന്ന് ഒരാളുടെ കാല് പോലും ഓടിച്ചു കൈകാര്യം ചെയ്ത്. ഞാൻ പറഞ്ഞത് ആ പ്രഭാഷണത്തിന്റെ പ്രതിഫലനം അങ്ങനെ ഇന്നൊന്നും നടക്കില്ല കേട്ടോ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അങ്ങനെയല്ല കാര്യങ്ങൾ. അത് മറ്റുള്ളവർ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ അതിന് അന്ന് ദൈവവചനം പറഞ്ഞത് എം സക്രിയച്ചായാണ്. അങ്ങനെയുള്ള ആളുകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ഉപദേശങ്ങൾ, ആ ഉപദേശ നിശ്ചയം നമ്മുടെ ആളുകൾക്കില്ലാതെ പോയി എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ്.
എതിരാളികളോട് പ്രതിരോധം തീർത്ത് ദൈവവചനം ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണ്, എൻ്റെ വിശ്വാസം ശരിയാണെന്ന് സമർത്ഥിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് ഏറ്റവും ഖേദകരമായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ആമുഖ ക്ലാസ്സിൽ നമ്മൾ ഈ വസ്തുതകൾ മനസ്സിലാക്കണം. അവരാരാണെന്നുള്ളത് മനസ്സിലാക്കി. അവർ ക്രിസ്ത്യാനികളല്ല, അതുകൊണ്ട് അവരോട് യാതൊരു ദയാദാക്ഷിണ്യങ്ങളും ഈ വിഷയത്തിൽ നമ്മൾ കാണിക്കാൻ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ സംഭാഷണത്തിൽ എപ്പോഴും ഒരു പ്രതിപക്ഷ മാന്യത പുലർത്തി അല്ലേ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ സംസാരിച്ച് നമ്മുടെ ആത്മീയത കളയരുത് അല്ലേ. നമ്മൾ അമിതമായി ചൂടായി അരുതാത്ത വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വന്നു പോയാൽ പോയില്ലേ. നീ എന്തോ വിശ്വാസിയാണെന്ന് അവർ ചോദിച്ചാൽ അവർ ജയിച്ചോ ഇല്ലയോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് വളരെ സൗമ്യമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാളത്തെ നമ്മുടെ ക്ലാസ്സിൽ അവരുടെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളും അതിനെങ്ങനെ നമുക്ക് പ്രതിരോധം തീർക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് ആ സമൂഹത്തെ നമ്മളൊന്ന് മനസ്സിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമായും ഞാൻ പറഞ്ഞത്, നമ്മൾ നിൽക്കേണ്ട അടിത്തറയുണ്ട്. അടിത്തറ വിട്ട് നമ്മൾ പോകാൻ പാടില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളെ നാളെ വരുമ്പോൾ 3 യുക്തിവാദത്തിന് മറുപടി കണ്ടെത്തണം കേട്ടോ. ഓക്കെ, എത്രയാ? 3 യുക്തിവാദം ഓർക്കുന്നില്ലേ? അല്ല, ഞാൻ ചോദിക്കേ.